ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. ജെസ്സി മാഡം നല്ല രീതിയിൽ തന്നെ പരിചയപ്പെട്ടു. ഓക്കെ, ഒരു കോൾ വന്നാണ്, സോറി. അപ്പൊ ജെസ്സി മാഡം നല്ല രീതിയിൽ തന്നെ എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു, ഒരുപാട് പ്രോത്സാഹിപ്പിച്ച് എന്നെ പുകഴ്ത്തുകയും ചെയ്തു അല്ലേ. അപ്പൊ കൂടുതലായിട്ട് എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എൻ്റെ പേര് ഹസൈനാർ എന്നാണ്. വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി എന്ന് പറയും. ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ട് ഏകദേശം 4 വർഷവും ഇന്നലെ കൊണ്ട് 4 വർഷം കഴിഞ്ഞ് ഇന്ന് ഒരു ദിവസമായി. 4 വർഷം ഒരു ദിവസമായി. ഇപ്പൊ കമ്പനിയുടെ 10ാമത്തെ റാങ്ക് ആയിട്ടുള്ള സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിൽ നിന്നാണ് ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യുന്നത്. മാഡം നല്ലതായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു. മിസ് ചെയ്ത ജെസ്സിമോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ് എന്നിൽ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ വാർഡിലെ മെമ്പറും സുഹൃത്തുമായിട്ടുള്ള ബിബിൻഷ മാഡം വഴിയാണ് ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആള് എൻ്റെ അടുത്ത് ജസ്റ്റ് പ്ലാൻ ഇതിനെ കുറിച്ച് പറയണത് മാഡം വഴിയാണ് കേൾക്കുന്നത്. നമുക്കറിയാം ഏകദേശം ഒരു 4 വർഷം മുന്നേ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പെരുമ്പാവൂർ മേഖലയിൽ തന്നെ ആരും തന്നെ ചെയ്യുന്നില്ല. കാരണം പിജി കാർഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂർ എന്നുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് രംഗത്തേക്ക് ചുവട് വെച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ പോലും ഞങ്ങൾക്ക് അറിയാത്ത ഒരു സമയമാണ്. ഏകദേശം 3 വർഷം ഫിജി കാർഡ് എന്നുള്ളൊരു കമ്പനി ഓപ്പൺ ചെയ്ത് ഏകദേശം 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. എന്നെ സംബന്ധിച്ച് ബിബിൻഷ മാഡം തുടക്കത്തിൽ ഇങ്ങനെ ഒരു ടീം വർക്കായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൺസെപ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ് ആണ്. ഇപ്പൊ നിങ്ങളിൽ പല ആളുകളും ഇതേപോലെയുള്ള ഒരു പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ബിസിനസിന്റെ പ്ലാനുകളൊക്കെ കേട്ടിരുന്നത് അല്ലെ. എന്നെ സംബന്ധിച്ച് ഞാൻ പ്ലാൻ കേട്ടത് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഫോണിൽ കൂടെ മാത്രമാണ്. ജസ്റ്റ് പ്ലാൻ എന്താണെന്നുള്ള രീതിയിലൊന്നും മനസ്സിലാക്കി ജോയിൻ ചെയ്ത ഒരു വ്യക്തിയല്ല. ഏതൊക്കെ രീതിയിൽ വരുമാനങ്ങൾ കിട്ടുന്നു, എങ്ങനെയൊക്കെ വരുമാനങ്ങൾ കിട്ടുന്നു പ്രതീക്ഷിച്ച് ജോയിൻ ചെയ്ത ഒരു വ്യക്തിയല്ല ഞാൻ. നല്ലൊരു ബിസിനസ് ആണ്. നമുക്ക് വൺ ടൈം പർച്ചേസിൽ കുറച്ച് പ്രോഡക്റ്റുകൾ എടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടീമിനെ കൂട്ടിപ്പിടിച്ച് ഒരു ടീമായി കഴിഞ്ഞാൽ ടീമിനെ കൂട്ടിപ്പിടിച്ച് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൺസെപ്റ്റ് ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു മാനേജ്മെന്റ് ബോബി ചെമ്മണ്ണൂർ, ആ ഒരു വ്യക്തിനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചത്. ഞാൻ പറഞ്ഞു ബോബി ചെമ്മണ്ണൂരിന്റെ സാറിന്റെ ബിസിനസ് ആണെങ്കിൽ ഓക്കെ. കാരണം അതിക്ക് മുന്നേ തന്നെ ബോബി ചെമ്മണ്ണൂർ സാറിന്റെ ഒരുപാട് കാര്യങ്ങൾ, ആള് ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതും ഒരുപാട് ഉദ്ഘാടനങ്ങളും ആളുടെ റീൽസും ഇതൊക്കെ ഞാൻ കാണാനും കേൾക്കാനും, അല്ലെങ്കിൽ അങ്കമാലി ആളുടെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് ആളവിടെ വന്നു. ആള് ഡീഗോ മറഡോണ എന്ന് പറയുന്ന ഒരു അർജന്റീനൻ ഫുട്ബോൾ താരം, അതാണ് അന്ന് അവിടെ വന്നത്. അവരെ കാണാനൊക്കെ ആയിട്ടൊക്കെ ഞാൻ അങ്കമാലി പോയതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് വരണേന് മുന്നേ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ. ആ ഒരു ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ബിസിനസ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ആളുടെ അടുത്ത് എസ് എന്നുള്ള രീതിയിൽ ആളുടെ അടുത്ത് പറയുകയും ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തത്. നമുക്കറിയാം നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും എന്ത് ജോലിക്ക് കയറിയാലും കുറച്ചൊക്കെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഉണ്ട്, ഒരു പൊതുപ്രവർത്തകനാണ്. നിലവിലൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കാറുണ്ട്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് അനുസരിച്ച് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ ആഴ്ചകളിൽ ഇങ്ങനെ ഷിഫ്റ്റ് ഷൈൻ ചെയ്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ ആരൊക്കെയോ നിങ്ങളുടെ അടുത്തൊക്കെ പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ അകത്തൊരു വിശ്വാസം എന്താ, എനിക്കൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു ജോലിക്ക് പോകണ്ട, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യണ്ട, അല്ലെങ്കിൽ എനിക്കൊരു സ്ഥാപനം ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളുടേതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ പറയണ നിങ്ങളുടെ ലീഡേഴ്സിന്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തോ റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ നിങ്ങൾ പറയും നിലവിലൊരു ജോലി ഉണ്ട്, ഇനി ആ ജോലിയുടെ ഒപ്പം തന്നെ ഈ ഒരു ബിസിനസ് ചെയ്തുള്ള സമയം കൂടി എനിക്ക് കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ സമയമില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയൂലേ. എന്നെ സംബന്ധിച്ച് ഞാൻ ജസ്റ്റ് ആളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാണ് ബിസിനസ് ഓക്കെ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഇതിൽ നിൽക്കണമെങ്കിൽ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യണ്ടേ എന്നുള്ള രീതിയിലാണ് ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിനുള്ളൊരു സമയം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച എന്റെ ലീഡറായിട്ടുള്ള ബിബിൻഷ മാഡത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ആൾ എന്റെ അടുത്ത് പറഞ്ഞ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു ടീമിനെ സെറ്റാക്കി പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് ഒരു നല്ലൊരു ടീമിനെ സെറ്റാക്കി കൊണ്ടുവരണമെങ്കിൽ അസനാറിന്റെ ഒരു പ്രവർത്തനം വേണം, എന്തായാലും ഇതിൽ ജോയിൻ ചെയ്യണം,
അതിന് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞതിന്റെ ഒറ്റ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് അന്ന് ഞാൻ ഐഡിയ വഹിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴും എന്റെ ഒരു വിശ്വാസം, എന്റെ ഒരു മനസ്സിലുള്ള ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുഴപ്പമില്ല, അതങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോളും, നമുക്ക് വേറെ ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഇത് എല്ലാ കാര്യങ്ങളും നടക്കേണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച ഒരു വ്യക്തിയാണ്. ഇന്നിപ്പോ ഈ ഒരു 10ാമത്തെ റാങ്കിൽ നിൽക്കുമ്പോൾ എന്ത് നേടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. 10ാമത്തെ റാങ്കിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു 4 വർഷം കൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് എത്രത്തോളം വരുമാനങ്ങളിലൊക്കെ എത്തി, എന്ത് മാറ്റമാണ് നിങ്ങളുടെ ഈ ഒരു ഫിജി കാർഡ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലിയിലേക്ക് കിട്ടിയത് എന്നുള്ള രീതിയിൽ പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഫിജി കാർഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് പറയാൻ വാക്കുകളില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വരുമാനങ്ങൾ മാത്രമല്ല, വരുമാനത്തിന് ഉപരി ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലൊക്കെ പങ്കുചേരാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യലി ഫ്രീഡം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട്. അതേപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റിയിൽ ഒരു മാറ്റം ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡ്രസ്സിംഗ് രീതിയിൽ ഒരു മാറ്റങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അറിയാം, പല ആളുകളും ഒരുപാട് ആളുകൾ ബിസിനസ് ചെയ്യണത് ഒരുപാട് ലോണുകളൊക്കെ എടുത്തിട്ടൊക്കെ ബിസിനസ് ചെയ്യണ ഒരുപാട് വ്യക്തികൾ, പ്രത്യേകിച്ച് പെരുമ്പാവൂർ മേഖലയിൽ എന്ന് വെച്ചാൽ പ്ലൈവുഡ്, സോമിൽ മേഖലകളൊക്കെ, അവരൊക്കെ ബാങ്കിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പൈസകളൊക്കെ എടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപകളൊക്കെ എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. പല ആളുകൾ, എല്ലാവരും പൊട്ടിയെന്നല്ല, കുറെ ആളുകൾ കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പറയാം എനിക്ക് നഷ്ടമാണ്, അത്രയും ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് എനിക്ക് അതിൽ നിന്ന് അല്ലെങ്കിൽ മുതല് നമ്മൾ മുടിക്കേക്കണ മുതല് പോലും അതിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ നേരിട്ട് അറിയണ പല വ്യക്തിത്വങ്ങളും അങ്ങനെയുള്ള ബിസിനസ് ഒക്കെ ചെയ്തിട്ട് പൊളിഞ്ഞു പോയേക്കണ ഒരുപാട് പേരുണ്ട്. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോയേക്കണ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു ബിസിനസ് ചെറിയൊരു എന്താ പറയാ, ഒരു വീട്ടിലേക്ക് കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ, എന്നെ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ്സിൽ നിന്നും 4 വർഷം കൊണ്ട് ഏകദേശം ഒരു 30 ലക്ഷം രൂപയോളം വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് ലക്ഷങ്ങൾ മുടക്കി ബാങ്കിലെ ലോൺ എടുത്ത് ബിസിനസ് ചെയ്തിട്ട് അവർക്ക് അവിടുന്ന് ലോൺ എടുത്ത മുതൽ കാശ് പോലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ബിസിനസ് പൊട്ടിയ ഒരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ടീം വർക്കിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ തന്നെ വരുമാനങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ ടീം അംഗങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഞങ്ങളുടെ ടീമിന്റെ ഇപ്പൊ ഞാനൊരു 10ാമത്തെ റാങ്കിലാണ്, എൻ്റെ വൈഫ് 7ാമത്തെ റാങ്കിലാണ്, എൻ്റെ റൈറ്റ് സൈഡിലുള്ള പാർട്ട്ണറും എൻ്റെ ഒപ്പം തന്നെ റാങ്കിലാണ്, സന്ധ്യാമ്മ എൻ്റെ ഒപ്പം ഉള്ള റാങ്കിലാണ്. അപ്പൊ അവരുടെയും രണ്ടിന്റെയും ടീമിന്റെ ഫേസ് അനുസരിച്ച് ഏകദേശം ഒരു 1.5 കോടി രൂപയോളം മേളില് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഫിജി കാർഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് പല കുടുംബങ്ങളിൽ നിന്നുള്ള വരുമാനങ്ങൾ ഏകദേശം ഒരു 1.5 കോടി രൂപയ്ക്ക് മേളിൽ ഒരു വരുമാനം നേടിയെടുക്കാൻ ഈ 4 വർഷം കൊണ്ട് ഫിജി കാർഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എന്റെ ടീമിൽ നിന്ന് വന്നേക്കണ ഓരോ റാങ്ക് അപ്ഡേഷൻ ചെയ്തേക്കണ ഓരോ വ്യക്തികളും വഴി ചെറുതും വലുതുമായിട്ടുള്ള വരുമാനങ്ങൾ ഏകദേശം ഒരു 1.5 കോടി രൂപയ്ക്ക് മേളിൽ വരുമാനം മേടിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഫിജി കാർഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വഴി ചെറിയൊരു പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് എടുത്ത് വൺ ടൈം പർച്ചേസിൽ നമ്മൾ ജോയിൻ ചെയ്ത് നമ്മളൊരു ടീം വർക്കായിട്ട് ടീമിന്റെ പാർട്ട്നേഴ്സും ലീഡേഴ്സും നല്ല രീതിയിൽ തന്നെ ഒരു ടീം വർക്കായിട്ട് മുന്നിലേക്ക് പോയി ഏകദേശം അത്രത്തോളം വരുമാനങ്ങൾക്കൊക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ഒരു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. കാരണം ചെറിയൊരു സാലറിയിലാണ് ഞാൻ അവിടെ ജോലിക്ക് വരുന്നത്. ആ സാലറി വർധനവ് ഏകദേശം ഒരു 3 വർഷം ആകുമ്പോഴാണ് ആ സ്ഥാപനത്തിലെ പെർമനന്റ് സ്റ്റാഫ് ആവുന്നത്. അതുവരെ ഞാൻ അവിടുത്തെ ട്രെയിനി ആയിരുന്നു. അപ്പൊ നിസ്സാര സാലറിയിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ആ ഒരു ജോലി അനിവാര്യമാണ്. ഒരു ജോലി എനിക്ക് കിട്ടണം. പുറത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് വിദേശത്തേക്കൊക്കെ പോകാനാകും തുടക്കത്തിൽ അല്ലെങ്കിൽ നമ്മുടെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ള എനിക്ക് ആ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഒന്ന് വിദേശത്തൊക്കെ പോയി അത്യാവശ്യം ചെറിയൊരു ഫണ്ടൊക്കെ സ്വരൂപിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വിദേശത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി കിട്ടി. ചെറിയൊരു സാലറിയിൽ അവിടെ ജോലിക്ക് കയറി. ഒരു 3 വർഷം അവിടെ ട്രെയിനി ആയിട്ട് ഞാൻ നിന്നു. 3 വർഷത്തിന് ശേഷം പെർമനന്റ് സ്റ്റാഫായി. അതിനുശേഷം യൂണിയത്തിൽ അംഗത്വം എടുത്തു. പിന്നെ അങ്ങോട്ട് ചെറിയ സാലറികൾ 3 വർഷം ആകുമ്പോൾ കമ്പനി മാനേജ്മെന്റ് ചെറിയ സാലറി വർധനവ് ഞങ്ങൾക്ക് തരും. ഒരു 2000 രൂപ 2500 രൂപ 3 വർഷം കൂടുമ്പോൾ സാലറി വർധനവ് ഉണ്ടാവും.
അതനുസരിച്ച് വർധനവായിട്ട് വന്നു. ഏകദേശം 18ാമത്തെ വർഷം 22,000 രൂപയായിരുന്നു എൻ്റെ ഒരു സാലറി. 22,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,000 രൂപ നമുക്ക് എന്തായാലും കിട്ടില്ല. PF പൈസ കട്ടാവും, ESAയുടെ പൈസ കട്ടാവും. പിന്നെ അന്ന് ആ ഒരു മാസം എന്തെങ്കിലുമൊക്കെ ലീവുകൾ ഉണ്ടെങ്കിൽ, ഫാമിലിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പാർട്ടിപരമായിട്ട് എന്തെങ്കിലും മീറ്റിങ്ങുകളോ മറ്റോ ഉണ്ടെങ്കിൽ അന്ന് ആ ഒരു മാസം ഒരുപാട് ലീവ് ഉണ്ടാവും. അതൊക്കെ ക്യാൻസലൊക്കെ ചെയ്ത് കട്ടൊക്കെ ചെയ്ത് ഏകദേശം ഒരു 18,000 രൂപക്ക് താഴെയുള്ള ഒരു സാലറിയാണ് എനിക്കൊരു മാസം കമ്പനിയിൽ നിന്ന് കിട്ടിയത്. നിങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ 18 വർഷമായി ഓർക്കണം. ഈ 18 വർഷം കൊണ്ട് ഏകദേശം അത്രത്തോളം എമൗണ്ട് ആണ്, ആ സാലറിയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. പക്ഷെ ഇന്നിപ്പോ ഈ ഫിജികാർഡ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് അതിന്റെ ഒരു 4-5 മടങ്ങുള്ള വരുമാനമാണ് ഇന്ന് ഈ ഫിജികാർഡ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന്. നല്ല യാതൊരുവിധ ടെൻഷനും ഇല്ല. അതെന്ന് പറഞ്ഞാൽ 8 മണിക്കൂറിന് 8 മണിക്കൂർ അവിടെ ഡ്യൂട്ടി ചെയ്യണം. മാനേജ്മെന്റ് എന്ത് വർക്കാണോ നമുക്ക് തന്നേക്കുന്നത്, അതായത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു ഓപ്പറേറ്റർ ആയിരുന്നു. അതിൽ മാനേജ്മെന്റ് ഇത്ര ഔട്ട്പുട്ട് വർക്ക് അവിടെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഔട്ട്പുട്ട് വർക്ക് അവിടെ എടുക്കണം. കൃത്യസമയത്ത് നമുക്ക് അവിടെ പഞ്ച് ചെയ്ത് ജോലിക്ക് കയറണം. ആ പഞ്ചിങ്ങിൽ എന്തെങ്കിലും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ വഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഹാഫ് ഡേ ലീവ്. ഒരുപാട് എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ. 5-6 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ എനിക്ക് രാവിലെ ഒരു 6 മണിക്കൊക്കെ ഡ്യൂട്ടിക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 5:50 അല്ലെങ്കിൽ ഒരു 5:45 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. എന്തെങ്കിലും ഒരു കാരണവശാൽ വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്ന് അല്പം വഴിയായിരിക്കും ജോലിക്ക് കയറാറ്. കാരണം അന്ന് പഞ്ച് ചെയ്യണത് ചിലപ്പോൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ആയിരിക്കും. എന്തെങ്കിലും വല്ല വഴിയിൽ പോണ വഴിക്ക് വല്ല ആക്സിഡന്റ്, അങ്ങനെ പല കേസുകളും എന്നെ സംബന്ധിച്ച് എന്നെ ഉണ്ടായിട്ടുണ്ട്. എന്റെ മുന്നിൽ പല ആക്സിഡന്റ് കേസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങി അവരൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന്റെ പല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ കാരണങ്ങൾ മാനേജ്മെന്റിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഒരിക്കലും അംഗീകരിക്കില്ല. ഞാൻ വരണ വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, അപ്പൊ അവരൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഹാഫ് ഡേ ലീവ്. ആ ഒരു വാക്കാണ് അവരുടെ മനസ്സിലുള്ളത്. എന്ത് ആക്സിഡന്റ് ഉണ്ടായാലും എന്ത് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായാൽ പോലും കൃത്യസമയത്ത് അവിടെ പഞ്ചിങ് ആണ്. അതിപ്പോ ഏത് മാനേജ്മെന്റ് ആയാലും ഏത് സർക്കാർ ജോലി ആയാലും കൃത്യസമയം നമ്മൾ പാലിക്കണം എന്നുള്ള ഇതാണ് നമുക്ക് കിട്ടിയേക്കണത് അല്ലേ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ പല പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കൃത്യസമയത്ത് അവിടെ പഞ്ച് ചെയ്യണം. ആ പഞ്ച് ചെയ്താലാണ് നമുക്ക് അതിൽ നിന്നുള്ള വരുമാനങ്ങൾ മാസം കിട്ടുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ വഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അന്ന് ഹാഫ് ഡേ ലീവ്. അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് ആ പ്രൈവറ്റ് മേഖലയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പോലും ഞാൻ ആ ജോലിയോട് കുറ്റമായിട്ട് പറയുന്നില്ല. നമുക്കിപ്പോ 18 വർഷത്തോളം അവിടെ ജോലി ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് നേട്ടങ്ങൾ ആ ജോലിയുടെ അല്ലെങ്കിൽ ആ ജോലി ചെയ്ത ആ സാലറി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഫിജികാർഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇറങ്ങി ഏകദേശം ഒരു 4 വർഷം കൊണ്ട് അതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ഇതും താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ മഹത്തായിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, ഒരു 18 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ 18 വർഷം സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ ഡബിൾ ഇരട്ടി വരുമാനം ഇന്നിപ്പോ 4 വർഷം കൊണ്ട് ഫിജികാർഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. വേണ്ട, ഈ 18 വർഷം കഴിഞ്ഞ് നമ്മളൊരു 55 അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും മുന്നിലേക്ക് പോയ ഒരു 55 വയസ്സ് അവിടെ കമ്പനിയിൽ അവിടെ സ്റ്റാഫ് ആവുന്നുള്ള രീതിയിൽ കമ്പനി ഇപ്പൊ നിലവിൽ കമ്പനിക്ക് സാമ്പത്തിക പ്രതിസന്ധി, കമ്പനി അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്ന് കമ്പനി ഒരു 3 വർഷം മുന്നേ കമ്പനി ലോക്കൗട്ട് ചെയ്തേക്കാണ്ടോ. അപ്പൊ എന്നെ സംബന്ധിച്ച് ആ ലോക്കൗട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു 55 വയസ്സ് വരെ ആ കമ്പനിയിൽ ജോലിക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ എനിക്കിപ്പോ തന്നെ ഊഹിച്ചെടുക്കാം. 55 വയസ്സ് വരെ നമ്മുടെ ആയുസ് നീട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് ഊഹിച്ചെടുക്കാം. ആ വരുമാനം ഇന്നിപ്പോ 4 വർഷം കൊണ്ട് ഈ ഫിജികാർഡ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ലീഡേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയണത്, ടീം എന്തൊക്കെ കാര്യങ്ങളാണ് പറയണത്, ഒരു ടീം വർക്കായിട്ട് എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് പോയിട്ട് ഇന്ന് അതിൽ നിന്നുള്ള വരുമാനങ്ങൾ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു ജോലിക്ക് പോണതിന്റെയും ഒരു സ്വന്തമായിട്ട് ഇതേപോലുള്ള ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ബിസിനസ്സുകളാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ഉണ്ട്. നമ്മളിപ്പോ ഈ ഫിജികാർഡ് എന്നുള്ള കൺസെപ്റ്റ് ഇപ്പൊ സജിത മാഡം പ്ലാൻ പറഞ്ഞപ്പോ നല്ല രീതിയിൽ തന്നെ പറഞ്ഞില്ല. നമ്മളൊരു 100 പോയിന്റ് പ്രോഡക്റ്റ് എടുത്തിട്ടാണ് ഇതിൽ പർച്ചേസ് ചെയ്യണത്. 100 പോയിന്റ് പ്രോഡക്റ്റിന്റെ എടുത്തിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള നിത്യോപസാധനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകൾ ഇതിന്റെ അകത്തുണ്ട്. നമ്മൾ ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീമിലെ ലീഡർമാർ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞാൽ അതനുസരിച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്ഷപ്പെട്ടു പോരാ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റിയ ഒരു കൺസെപ്റ്റാണ് ഫിജികാർഡ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഞങ്ങൾ 3 ആണുങ്ങളാണ്.
എൻ്റെ ഇക്ക ഫർണിച്ചർ ഷോപ്പ് നടത്തുന്നത്. എൻ്റെ അനിയൻ സ്കൂളിലെ മാഷാണ്. ഏകദേശം ഒരു 12 വർഷം മുന്നേ ആള് ഒരു മാനേജ്മെന്റ് സ്കൂളാണ്, PT മാഷാണ്. 18 വർഷം മുന്നേ, ഒരു 12 വർഷം മുന്നേ ആള് ഏകദേശം ഒരു 18 ലക്ഷം രൂപ അവിടെ മാനേജ്മെന്റിലേക്ക് പൈസ അടച്ചിട്ടാണ് ആൾക്ക് ആ ജോലി കിട്ടിയത്. ഞങ്ങളുടെ ഒരു മഹലിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു സ്കൂളാണ്. അപ്പൊ ഒരു വേക്കൻസി അവിടെ വന്നപ്പോൾ 18 ലക്ഷം രൂപ അവിടെ ഡെപ്പോസിറ്റ് വേണമെന്ന് പറഞ്ഞു. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടില്ല. 18 ലക്ഷം രൂപ ആളവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആള് ഇന്ന് ആ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നത്. കാരണം ഒരു മാഷിനാണെങ്കിലും എന്താണെങ്കിലും ഒരുപാട്, പ്രത്യേകിച്ച് PT മാഷിന് ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. കാരണം പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ സ്കൂളിലെ കലോത്സവങ്ങൾ, സ്പോർട്സ്, ഇതൊക്കെ പല ജില്ലകളിലൊക്കെ നടക്കുമ്പോൾ അവിടെ കുട്ടികളെ കൊണ്ടുപോകണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആള് സഹിക്കേണ്ടത്. ചില സമയങ്ങളിൽ വീട്ടിലേക്ക് വരാൻ ഇതില്ല, ചില ആഴ്ചകളായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് വരാം. ഇന്ന് ആളൊരു 18 ലക്ഷം രൂപ കൊടുത്ത് അന്ന് ആ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് അഭിമാനത്തോടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളോട് മുന്നിൽ എനിക്ക് പറയാം, ആള് വാങ്ങിക്കേണ്ടതിന്റെ 3 ഇരട്ടിയോളം വരുമാനം കഴിഞ്ഞ മാസം എനിക്ക് ഈ ഒരു ബിസിനസ് ചെയ്ത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആള് എത്ര വരുമാനം, എത്ര സാലറി, ആൾക്ക് ഗവൺമെന്റ് എംപ്ലോയി ആണ്. സാധാരണ എല്ലാവരും ഗവൺമെന്റ് എംപ്ലോയി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് ഇത് കഴിഞ്ഞ് കഴിയുമ്പോ പെൻഷൻ, ആ രീതിയിലാണ് എല്ലാവരും ഉദ്ദേശിക്കാറ്. അപ്പൊ ആള് കഴിഞ്ഞ മാസം എത്രയാണോ സാലറി വാങ്ങിച്ചത് അതിന്റെ ഒരു 3 ഇരട്ടിയോളം സാലറി അല്ലെങ്കിൽ വരുമാനം ഇന്ന് ഫിജികാർഡ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ഒരു ടീം വർക്കായിട്ട് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ലീഡർമാരുടെ സപ്പോർട്ടോടു കൂടി അവരെന്തൊക്കെയാണോ കാര്യങ്ങൾ പറഞ്ഞത് അതിനനുസരിച്ച് മുന്നിലേക്ക് പോയിക്കൊണ്ട് ഇന്ന് ഈ ഫിജികാർഡ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് എനിക്ക് നേടിയെടുക്കുക എൻ്റെ മാത്രം വരുമാനം. എൻ്റെ വരുമാനം വേറെ അവിടെ വേറെ ഉണ്ട്. ആളെ 7ാമത്തെ റാങ്കിലാണ്. ആൾക്കും കഴിഞ്ഞ മാസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ വരുമാനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം എൻ്റെ വരുമാനം ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള വരുമാനമാണ്. 2 സീലിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ പുതിയ റാങ്ക് അപ്ഡേഷൻ, അതായത് സോണൽ സെയിൽസ് ടീം മാനേജർ എന്നുള്ള കമ്പനിയുടെ 10ാമത്തെ റാങ്കിലേക്ക് കടന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള വരുമാനം എൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൺസെപ്റ്റിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കി. അത് നമ്മളെല്ലാവരും ഉൾക്കൊണ്ട് നമുക്ക് തുടക്കത്തിൽ എന്തായാലും എന്ത് ജോലിയായാലും ഇതിലായാലും തുടക്കത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അല്ലെ. ഇതിന്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിലല്ല എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മളൊരു ടീമായിട്ട്, ഒരു ടീം വർക്കായിട്ട് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെട്ടു പോരാൻ പറ്റുമെന്ന് 100% ഉറപ്പ് തരാം. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരുപാട് സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് കയറുന്നതിന് മുന്നേയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് സംസാരിച്ചാൽ മാത്രമാണ് അങ്ങോട്ട് എന്തെങ്കിലും അല്പം എന്തെങ്കിലും ഒരു മറുപടി. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് സംസാരിക്കുന്നതിന്റെ 4 ഇരട്ടിയോളം ഞാൻ അങ്ങോട്ട് പറയും. ഇത്രത്തോളം മാറ്റാണ് ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഇത്തരം പ്രോഗ്രാമിൽ കൂടെ അല്ലെങ്കിൽ ഇത്തരം മീറ്റിംഗ് കൂടെയൊക്കെ നമുക്ക് കിട്ടാൻ, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ്, ഒരുപാട് പേഴ്സണാലിറ്റിയിൽ മാറ്റം, ഡ്രസ്സിങ് രീതിയിൽ മാറ്റം, ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ, ഒരു സാധാരണക്കാരിൽ നിന്ന് ഒരു അസാധാരണക്കാരിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ ഒരു കൺസെപ്റ്റ്, അതേപോലെ തന്നെ ഒരുപാട് ഫിനാൻഷ്യലി ഫ്രീഡം അനുഭവിക്കാൻ പറ്റിയ ഒരു കൺസെപ്റ്റ്. അങ്ങനെ ഒരുപാട് 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 മാറ്റങ്ങളാണ് ഈ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കുറഞ്ഞ 4 വർഷത്തിന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഞങ്ങളൊക്കെ ജോയിൻ ചെയ്ത് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് വരുമാനം കിട്ടുന്ന വ്യക്തികളുണ്ടോ, അല്ലെങ്കിൽ ആർക്കൊക്കെ വരുമാനം കിട്ടിയെന്ന് ഒരിക്കലും ഒരാളെ ഉയർത്തി കാണിക്കാനില്ല. ഇന്നിപ്പോ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് പേർക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്, നല്ല നല്ല റാങ്കുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അത്രത്തോളം വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കമ്പനി, നമ്മുടെ ഈ ഒരു ബിസിനസ്. അന്നൊക്കെ ഞങ്ങളുടെ ലീഡർമാരായിട്ടുള്ള ഇടുക്കിയിലെ ലീഡർമാരുടെ അടുത്തിട്ടൊക്കെയാണ് നമ്മള് ഒരു വരുമാനത്തിന്റെ പോസ്റ്ററുകൾ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഇന്ന ആള് ഞങ്ങളുടെ ലീഡറാണ്, ഇന്ന ആൾക്ക് ഇന്ന രീതിയിലുള്ള വരുമാനമാണ്, ഇന്ന ആള് ഇത്രാമത്തെ റാങ്കിലാണെന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് പറയാറ്. ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ നമുക്ക് ഈ ഒരു ഓസ്കാറിന്റെ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ടീമിലാണെങ്കിൽ പോലും ഒരുപാട് 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 പേർക്ക് വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. ഒരുപാട് റാങ്ക് അപ്ഡേഷൻ ഡെയിലി നടക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ക്ഷണിക്കാം. ആദ്യമൊക്കെ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കയറുമ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. ആ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേരുടെ റാങ്ക് അപ്ഡേഷന്റെ പോസ്റ്ററുകളൊക്കെ വരാറുണ്ടായിരുന്നു ആദ്യമൊക്കെ. അപ്പൊ ഞാനിങ്ങനെ പോസ്റ്ററുകളൊക്കെ ഇടുമ്പോൾ അവരെ നമ്പർ, ആ ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അവരെ വിളിക്കും, പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറയും, സാറ് ഇത് ഇങ്ങനെ ഒരു പോസ്റ്റർ റാങ്ക് അപ്ഡേറ്റ് ചെയ്താണ് ആളുടെ പോസ്റ്റർ ഞാൻ കണ്ടു,
അത് ഫിജിക്കാർട്ടിന്റെ എത്രാമത്തെ റാങ്കിലായിട്ട് ആള് നിൽക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ, ഇതെങ്ങനെയാണ് അന്നൊന്നും നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള എന്താ പറയാ ഈ ഒരു ബിസിനസിന്റെ ഇത് ആ ഒരു അടുക്കും ചിട്ടയിലേക്ക് നമ്മൾ വന്നു തുടങ്ങുന്നുള്ളൂ. മീറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് അടുക്കും ചിട്ടയിലേക്ക് നമ്മൾ വന്നു തുടങ്ങുന്നുള്ളൂ. അപ്പൊ അവര് നമ്മുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ അവര് നമ്മുടെ അടുത്ത് പറയും, ഇങ്ങനെ റാങ്ക് അപ്ഡേഷന്റെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ അവര് നമ്മുടെ അടുത്ത് പറയും, സാറേ ഇത് എന്റെ അപ്പുറത്തെ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ മേളിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, അവർ ഇന്ന റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്, അവർ ഇത്രത്തോളം മാസമായിട്ട് ഈ ഒരു കൺസെപ്റ്റിലേക്ക് ജോയിൻ ചെയ്താണ്, നല്ല രീതിയിൽ തന്നെ അവർക്ക് വരുമാനം ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരൊരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ആ ജോലിയുടെ ഒപ്പം തന്നെ ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ആ ജോലി കഴിഞ്ഞിട്ടുള്ള ഒരു 1-2 മണിക്കൂർ ഈ ബിസിനസ്സിനായിട്ട് മാറ്റി വയ്ക്കാറുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറയാറുണ്ട്. നമുക്കൊരു മോട്ടിവേഷൻ അത് മതി. ആ രീതിയിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇത്രത്തോളം നല്ലൊരു വരുമാനങ്ങളിലേക്കും ഇത്ര നല്ലൊരു ടീമിലേക്ക് എത്താൻ സാധിച്ചത്. ഒരിക്കലും എന്റെ മാത്രം കഴിവെന്നുള്ള രീതിയിൽ ഒരിക്കലും ഞാൻ അവകാശപ്പെടാനുള്ള, ഇതിന് ഒരുപാട് പ്രയത്നങ്ങൾ ഇതിന്റെ പുറകെ തന്നെ ഉണ്ട് അല്ലെ. ഒരുപാട് പേര് കഠിനമായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ പ്രയത്നിച്ചിട്ടുണ്ട്. നമ്മുടെ പാർട്ട്നേഴ്സ് ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട്, അവരൊക്കെ നല്ല രീതിയിൽ തന്നെ. ഒരിക്കലും ഒരാൾക്ക് ഒറ്റക്ക് ഈ ഒരു ബിസിനസ്സിൽ നേടിയെടുക്കാൻ കഴിയില്ല, ഒറ്റക്ക് വിജയിക്കാൻ കഴിയില്ല. ഞാൻ വലിയവനാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കോണ്ടാക്റ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഇന്ന ആളുകളെ ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് പേര് ചിന്തിക്കും. പക്ഷെ നമുക്കൊരു ടീം വർക്കായിട്ട് മുന്നിലേക്ക് പോയാലാണ് ഈ ബിസിനസ്സിലേക്ക് വിജയിച്ച് മുന്നിലേക്ക് കയറി പോരാൻ പറ്റുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതി, അതായത് ഈ 2025 ഫെബ്രുവരി 19-ാം തീയതി തിരുവനന്തപുരത്ത് പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു മോണിറ്ററിംഗ് സംവിധാനം അതായത് ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്ക് ഒരു മോണിറ്ററിംഗ് സംവിധാനം രൂപീകരിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു മീറ്റിംഗിൽ പോയി. സെൻട്രൽ സ്റ്റേഡിയത്തില് ഭയങ്കര ജനങ്ങളുടെ സാന്നിധ്യത്തിൽ അന്ന് ഒരു മോണിറ്ററിംഗ് സംവിധാനം രൂപീകരിച്ചു. അതായത് ഞാനൊക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കൺസെപ്റ്റ്, ഇതേപോലെ ഡയറക്ട് സെല്ലിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റിന്റെ അംഗീകാരമൊന്നും ഇല്ലാതെ ഒരുപാട് ബിസിനസ്സിലേക്ക് പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ്സുകളൊക്കെ ഒരുപാട് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എന്താ ചെയ്യാ, നമ്മളെ പൊതുവെ ഒരു മലയാളികൾ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് അവർക്ക് എങ്ങനെയൊക്കെ വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുക. പെട്ടെന്ന് എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കിയെടുക്കുക, പെട്ടെന്ന് കാശ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്കാണ് അവർ ചിന്തിക്കുക. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച്, ഫിജിക്കാർട്ടിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്ലാൻ പറയണ പല ആളുകളെയും അവര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് മാറ്റി കൊണ്ടുപോകാറുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് ഫിജിക്കാർട്ട് എന്നുള്ള ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ യൂണിയൻസ് രൂപീകരിച്ചിട്ടുണ്ട്. അതായത് INTUC, CITU, AITC, BMS, STU, അങ്ങനെ 5ഓളം ട്രേഡ് യൂണിയന്റെ അംഗീകാരമുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ലീഡേഴ്സ് ആയിട്ടുള്ള മീറ്റിംഗിന്റെ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പറയും, ഞങ്ങൾക്ക് ഇങ്ങനെ പല കമ്പനികളിൽ നിന്നിട്ടുള്ള പല ആളുകളും ഈ ഫിജിക്കാർട്ടിൽ ജോയിൻ ചെയ്ത പല ആളുകളെ അങ്ങോട്ട് ക്ഷണിച്ച് ഇല്ലീഗലായിട്ടുള്ള പല കമ്പനികളെ അങ്ങോട്ട് ഈ കമ്പനിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇതിനൊരു നിയമം വേണം, എന്തായാലും ഇല്ലീഗലായിട്ടുള്ള ഒരു കമ്പനികളെ നമുക്ക് ബാൻ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു നിയമം അവിടെ കൊണ്ടുവരണം. ആ രീതിയിൽ നമുക്ക് സർക്കാരിലേക്ക് ഒരു സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള രീതിയിൽ യൂണിയൻ പ്രതിനിധികളായിട്ട് അവരുടെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് നിയമസഭയിൽ അത് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ലീഗൽ ആളുകൾ അതിൻ്റെതായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച്, മോണിറ്ററിംഗ് സംവിധാനം രൂപീകരിച്ച്, ആ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ ലീഗലായിട്ടുള്ള കമ്പനികൾക്ക് ഇതേപോലെ ഒരു മോണിറ്ററിംഗ് സംവിധാനം വന്നത്. ഇല്ലീഗലായിട്ട് ആ മോണിറ്ററിംഗ് സിസ്റ്റം ആയിട്ടുള്ള കമ്മിറ്റി അംഗങ്ങൾ അത് നിരീക്ഷിക്കും, ഏതൊക്കെ കമ്പനികളാണ് ഇതിൽ ലീഗലായിട്ട് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ കമ്പനികളാണ് സർക്കാരിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത്, സർക്കാർ പറയുന്നതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ആ ലിസ്റ്റിൽ ബാൻ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മുടെ സർക്കാർ ഒരു നിയമം കൊടുത്തേക്കാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫിജിക്കാർട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിന് അങ്ങനെയുള്ളൊരു നിയമം വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിലേക്ക് നമ്മളെ എത്തിപ്പെട്ട ഒരു കമ്പനിയാണ്, തികച്ചും ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഫിജിക്കാർട്ട് എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ആരൊക്കെയാണോ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ ഇന്നത്തെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തേക്കുന്നത്, അവരെ തുടക്കത്തിൽ ഇപ്പൊ സജിത മേഡം തുടക്കത്തിൽ ഒരു പ്ലാൻ പറഞ്ഞ സമയത്ത് നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലെ. തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്തൊക്കെ രീതിയിലാണ് ഇത്, ഏതൊക്കെ വരുമാനങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുക, അല്ലെങ്കിൽ സീലിംഗ് അച്ചീവർ ആവണത് എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അടുത്ത് പ്ലാൻ പറഞ്ഞ മേഡം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. നമുക്ക് തുടക്കത്തിൽ എന്തൊക്കെയായാലും ഇതിന്റെ ഒരു പ്രാവശ്യമൊന്നും പ്ലാൻ
കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ തുടർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംശയങ്ങളിൽ നിങ്ങൾ ആരാണോ ഈ ഒരു മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചത് അവരുടെ അടുത്ത് ഇന്ന് അല്ലെങ്കിൽ നാളെ അവരുടെ അടുത്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു ബിസിനസ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ എന്ത് ജോലി ആയിക്കോട്ടെ, എന്ത് ബിസിനസ് ആയിക്കോട്ടെ, എത്ര തിരക്കുള്ള വീട്ടമ്മമാരായിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൺസെപ്റ്റാണ് ഫിജികാർട്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ വൈഫ് ഒരു ടീച്ചറായിരുന്നു. ആള് രാവിലെ വീട്ടില് നമുക്കറിയാം, ഒരു ജോലിക്ക് പോണ അല്ലെങ്കിൽ വീട്ടുടമ അല്ലെങ്കിൽ ഉടമസ്ഥ ഒരു ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. നമ്മൾ തുടക്കത്തിൽ കുട്ടികളെയൊക്കെ അല്ലെങ്കിൽ ഒരു 4 മണിക്ക് 5 മണിക്കൊക്കെ വെളുപ്പിന് എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ചെയ്ത് കുട്ടികളെയൊക്കെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ആ ജോലിക്ക് പോവാ. ജോലി കഴിഞ്ഞ് കുട്ടികൾ ചില സമയത്ത് ഇവിടെ വീട്ടിൽ വരുമ്പോൾ ആള് എത്തിയിട്ടുണ്ടാവില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 6-7 വർഷം ആള് ടീച്ചിങ് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് പ്രൈവറ്റ് മേഖലയിൽ. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഇവിടെ എത്താറില്ല. അപ്പൊ ചില സമയത്ത് ഞാൻ ഉണ്ടാവാറില്ല. അപ്പൊ കുട്ടികൾ മാത്രമായിരിക്കും. അപ്പൊ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്തൊന്നും ആരും ഉണ്ടാവില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞ് ജോലി ഇനി റിസൈൻ ചെയ്യാം, നമുക്ക് ഒരാളുടെ വരുമാനം കിട്ടിയാൽ മതി, ഇങ്ങനെ ഒരുപാട് റിസ്ക് എടുത്തിട്ട് ജോലിക്ക് പോകണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആൾ ആ ജോലി റിസൈൻ ചെയ്യും, വേറെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ജോലിക്ക് പിന്നീട് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഫിജികാർട്ടിലേക്ക് ജോയിൻ ചെയ്യുന്നതും. ഇതിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ടാണ് ആള് ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇന്നിപ്പോ ആള് വീട്ടിലിരുന്നു കൊണ്ട് നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ സ്കൂളിൽ നിന്ന് എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ടോ അത് 4 മടങ്ങ് വരുമാനം ഫിജികാർട്ട് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്ന് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി, കുട്ടികൾ വരുന്ന സമയത്ത് ആളിവിടെ ഉണ്ടാവും, വീട്ടിലെ ഫുഡ് കറക്റ്റ് സമയത്ത് അതെല്ലാം കാര്യങ്ങളൊക്കെ നോക്കി ഇന്ന് ഫിജികാർട്ട് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ വരുമാനം ഫാമിലി ഇൻകായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫിജികാർട്ട്. ഒരു കാരണവശാലും മടിച്ചു നിൽക്കേണ്ട. ഒത്തിരി ജോയിനിങ് ആയിട്ടുള്ള ഒരുപാട് പേര് എന്റെ ഒരു ശബ്ദം ശ്രവിക്കേണ്ട ഒരുപാട് പേര് കഴിഞ്ഞ ആഴ്ചകളിലും ഈ ആഴ്ചകളിലൊക്കെ ജോയിൻ ചെയ്ത ഒരുപാട് പേരുണ്ടാവും. ഒരു കാരണവശാലും വിട്ട് കളയരുത്. നമ്മൾ ഒരുപാട് പേര് നെഗറ്റീവ് ആക്കാനുണ്ടാവും അല്ലെ. നമ്മൾ പ്ലാൻ പറഞ്ഞ് അല്ലെങ്കിൽ പ്ലാൻ ചെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിൽ പറയും. പക്ഷെ നമ്മൾ പിടിച്ചു നിൽക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൽ നിന്ന് വിജയിച്ചു പോരാൻ പറ്റുമെന്ന് 100% ഉറപ്പാണ്. നെഗറ്റീവ് പറഞ്ഞവരൊക്കെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ വിജയം അവര് പുറകെ നിന്ന് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത് അവർ പുറകെ നിന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് ഞാനും ഈ ഒരു ബിസിനസ്സിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും തന്നെ ഞാൻ പറഞ്ഞ കേൾക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ നെഗറ്റീവുകളും അന്നും ഉണ്ടായിരുന്നു. പക്ഷെ നെഗറ്റീവ് ഇല്ലാത്ത മേഖലകളിലാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ 3 വർഷം മുന്നാണ് ഞാനൊരു കാർ എടുത്തത്. ഏകദേശം ഒരു 10.5 ലക്ഷം രൂപയോളം ആ വണ്ടിക്ക് ചിലവ് വന്നു. മാരുതിയുടെ വിറ്റാര ബ്രിസ എന്ന് പറഞ്ഞുള്ള ഒരു കാറാണ് ഞാൻ എടുത്തത്. ആ കാർ എടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്, ഒരു വാഹനമാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഞാൻ ആ വണ്ടി എടുത്തത്. ആ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു. എന്തിനാണ് ആ വണ്ടി എടുത്തത്, നിനക്ക് എവിടെ പോകാനാണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനി പോണു, വൈകിട്ടാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, എന്താവശ്യത്തിനാണ് ആ വണ്ടി എടുത്തത്? ഈ വണ്ടി അത്രയും വില കൊടുത്ത ഒരു വണ്ടി എടുത്തപ്പോൾ കുറച്ചും കൂടി വില താഴ്ന്നിട്ടുള്ള ഒരു വണ്ടി എടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതും നെഗറ്റീവാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനിണങ്ങിയായിട്ടുള്ള ഒരു വണ്ടി എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിച്ചു അതെടുത്തു. അതിലും നമ്മൾ നെഗറ്റീവ് ഇട്ടു. നമ്മളൊരു കാരണവശാലും ആ രീതിയിലേക്ക് നമ്മൾ പുറത്തേക്ക് പോയില്ല. ഇന്നിപ്പോ ആ ഒരു വാഹനം എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഫിജികാർട്ട് എന്നുള്ള കൺസെപ്റ്റിൽ ഐഡിയ വെച്ച് നല്ല രീതിയിൽ ടീമായപ്പോൾ ഒരുപാട് ഉപകാരങ്ങൾ ആ വാഹനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല പല മേഖലകളിൽ നിന്ന് നമുക്ക് നെഗറ്റീവുകൾ കേൾക്കും. നെഗറ്റീവ് കേട്ടിട്ട് നമ്മൾ ഒരു കാരണവശാലും പുറംതിരിഞ്ഞ് നിൽക്കരുത്. നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റി നമ്മൾ മുന്നിലേക്ക് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പുറകെ വിജയം ഉണ്ടാവും. ആ വിജയത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയും, 100% ഉറപ്പാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് വലിയൊരു ആഗ്രഹിച്ച് അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി ഇത്രയും രൂപ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച ഒരു വ്യക്തിയല്ല. പക്ഷെ മാറ്റങ്ങൾ 1ാം റാങ്കോ 2ാം റാങ്കോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വരുമാനങ്ങൾ കിട്ടും എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ശ്രദ്ധിക്കുകയും കുറച്ചും കൂടി സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുകയും എൻ്റെ ഒരു 18 വർഷത്തോളം ജോലി ചെയ്ത ആ സ്ഥാപനം അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോവാതെ ഈ ഒരു ബിസിനസ്സിലേക്ക് അത്രത്തോളം സമയം ഇതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്തപ്പോൾ അത്യാവശ്യം നല്ലൊരു വരുമാനങ്ങളിലേക്കും നല്ലൊരു ടീമിലേക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം
കമ്പനിക്ക് 13 റാങ്കാണ്, 10ാമത്തെ റാങ്ക്. ഇപ്പൊ മേഡം പറഞ്ഞ് 6ാമത്തെ റാങ്കിൽ ഒരു 50,000 രൂപ റൈഡർ ഫണ്ട് അതും വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിൽക്കുന്ന 10ാമത്തെ റാങ്കിലാണ്. 10ാമത്തെ റാങ്കിൽ ഒരു 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ടാണ്. ഇനി എനിക്ക് 2 മാസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ടും അതും നമുക്ക് കിട്ടാണ്. അപ്പൊ അതും നിങ്ങളിൽ പല ആളുകൾക്കും കിട്ടണം, എല്ലാവർക്കും തന്നെ കിട്ടണം. നമ്മൾ പല ലക്ഷ്യങ്ങൾ വെച്ചിട്ട്, പല ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കാം ഈ ഒരു ബിസിനസ്സിലേക്ക് കയറി വരുന്നതും ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തും. ആ ലക്ഷ്യങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കൊക്കെ തീർച്ചയായിട്ടും എത്തിച്ചേരാൻ പറ്റും. ക്ഷമയോടെ കാത്തിരിക്കുക. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ഉയർച്ചയിലേക്ക് വരും, ചിലപ്പോൾ പതുക്കെ ആയിരിക്കും നമ്മൾ ഉയർച്ചയിലേക്ക് വരുള്ളൂ. അത് നമ്മൾ ക്ഷമയോടെ, നമ്മൾ ലീഡേഴ്സ് എന്താണോ കാര്യങ്ങൾ പറഞ്ഞത് അതനുസരിച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ പറ്റും. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരു ഫിനാൻഷ്യലി ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും, 100% ഉറപ്പാണ്. അപ്പൊ മേഡം നല്ല രീതിയിൽ തന്നെ നമുക്കൊരു പ്ലാൻ പ്രസന്റേഷൻ MC നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത നമ്മുടെ ജെസ്സി മേഡത്തിന് ടീം ഓസ്കാറിന്റെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിക്കാൻ. അതേപോലെ തന്നെ ഏതൊരു കൊച്ചു കുട്ടികൾക്കും പോലെ, ടീച്ചർ ആണെങ്കിൽ പോലും ആ ടീച്ചർ എങ്ങനെ ക്ലാസ് എടുക്കണം എന്ന്, എങ്ങനെ ക്ലാസ് എടുക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ നമ്മളെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത സജിത മേഡത്തിന്, ആ സജിത മേഡത്തിനും എന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഒരു അഭിനന്ദനങ്ങളും ഒരു നന്ദിയും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് ഈ ഒരു മീറ്റിങ്ങിന് നിങ്ങൾ ആരെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഇന്ന് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തത്, അവർക്കും ഇത്രയും സമയം ചെലവഴിച്ച് എന്റെ എല്ലാവരുടെയും വാക്കുകൾ ശ്രമിച്ച് ക്ഷമയോട് കാത്തിരുന്ന നിങ്ങൾക്കും ഓരോരുത്തർക്കും എന്റെ പേരിലും ടീം ഓസ്കാറിന്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ